വൈഭവമോഹിനി ത്രിജഗദാം നാഥേ വിരിഞ്ച പ്രിയേ വാണി ദോഷം അശേഷമാശു കളവാൻ നാവിങ്കലാത്താദരം വാണിടേണം അതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി സംഗീതം ഉപാസിച്ച് കഴിയുന്ന ഓമനക്കുട്ടി ടീച്ചറിന് എല്ലാവർക്കും പ്രിയമാണ്. ടീച്ചറിൻ്റെ സംഗീതയാത്രയിൽ നമ്മൾ പങ്കുചേരുന്നു. ടീച്ചർ നമ്മുടെ മനസ്സ് തുറക്കുന്നു. നമസ്കാരം ടീച്ചർ. നമസ്കാരം. വളരെ സന്തോഷം. ഹരിപ്പാട്ട് പ്രശസ്തനായ മലബാർ ഗോപാലൻ നായരുടെയും സംഗീത അധ്യാപികയായ കമലാക്ഷിയമ്മ ടീച്ചറിൻ്റെയും മകളായി ജനിക്കുകയും സഹോദരങ്ങൾ രണ്ടുപേരും പ്രശസ്തരുടെ അങ്ങേ അറ്റം നിൽക്കുന്ന MG രാധാകൃഷ്ണനും അനുജൻ MG ശ്രീകുമാർ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം ഭാഗ്യം ചെയ്ത ടീച്ചർ. ജീവിതം മുഴുവൻ സംഗീതമയമാണ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. കാരണം സംഗീത കുടുംബത്തിൽ ജനിച്ചു. വീട്ടുകാർ എല്ലാവരും സംഗീതജ്ഞർ, അമ്മയും അച്ഛനും സഹോദരങ്ങളും പിന്നെ ഈ തലമുറയാണെങ്കിലും എൻ്റെ മകള് വീണ വായിക്കും, മരുമകൻ സംഗീതജ്ഞനാണ്, കൊച്ചുമക്കളും ഒക്കെ പാടും. അതെ, ശ്രീകുമാർ കൊച്ചുമക്കളും ഒക്കെ പാടും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയും ഒരു സംഗീതയാത്ര തീർച്ചയായിട്ടും ധാരാളം അനുഭവങ്ങൾ തീർച്ചയായിട്ടും അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഈ സംഗീതജ്ഞരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ ചവിട്ടാർമോണിയൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. സംഗീത ഈ ഇതുണ്ടല്ലോ നാടകങ്ങളിൽ അപ്പോൾ അത് ഭയങ്കര വെയിറ്റുള്ള സാധനമാണ്. ഇതെല്ലാം പൊക്കിയെടുത്ത് അന്ന് ബസ്സൊക്കെ അല്ലേ ഉള്ളൂ, അതിലൊക്കെ കയറ്റി ഒക്കെ കൊണ്ടുപോയി കൊട്ടക എന്ന് പറയുന്നത് ഈ പാടത്തായിരിക്കും, കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലൊക്കെ ആയിരിക്കും, അവിടെയൊക്കെയാണ് കൊട്ടക കെട്ടി പാടുന്നത്. അല്ലാതെ ചില കൊട്ടകകളുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് അവരൊക്കെ സംഗീതം കൈകാര്യം ചെയ്യാൻ അവർ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പം തീർച്ചയായിട്ടും അമ്മയും അച്ഛനും മക്കള് എന്തിനായി ഈ മ്യൂസിക്കിന് പോണത് എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. അപ്പം അങ്ങനെ എന്നെ സുവോളജിയാണ് എടുപ്പിച്ചത്. പക്ഷേ ഞാൻ മ്യൂസിക്കിൽ തന്നെ വന്നു. അല്ല, ആദ്യം ചേട്ടൻ MG രാധാകൃഷ്ണനാണല്ലോ, അദ്ദേഹം സംഗീതത്തിൽ തുടക്കം കുറിച്ചു. ചേട്ടന് ഈ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ശബ്ദം ചേഞ്ച് ചെയ്തു തുടങ്ങി, ആൺകുട്ടികൾക്കൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ചേട്ടന് അന്ന് ഞങ്ങൾ അരിപ്പാട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ചേട്ടനെ അക്കാഡമി കൊണ്ട് ചേർത്തു, മ്യൂസിക് അക്കാഡമി. അന്ന് ചെമ്മൻകുടി സാറാണ് അവിടുത്തെ തിരുവനന്തപുരത്തെ പ്രിൻസിപ്പല്, ചെമ്മൻകുടി സാറാണ്. അപ്പോൾ ടീച്ചറും ഇവിടെ അക്കാഡമിയിലാണല്ലോ പഠിച്ചത്. സുവോളജി BSc കഴിഞ്ഞ് ചെമ്മൻകുടി സാറിൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ അക്കാഡമി വന്നു. ചേർന്ന് ഗാനപ്രവീണ പഠിച്ചു. ചേട്ടൻ പഠിച്ചു കഴിഞ്ഞു. ചേട്ടൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ അന്ന് ജോലിയാണ്. ടീച്ചർ പഠിക്കുന്നത് അല്ലേ? പിന്നെ ഞാൻ ഗാനപ്രവീണ കഴിഞ്ഞ് പിന്നെ മ്യൂസിക് BA തന്നെ എടുത്തു, പിന്നെ MA എടുത്തു, പിന്നെ PhDക്ക് പോയി. അതിനിടയ്ക്ക് ഒരു 3 മാസം ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായിട്ടിരുന്നു. അതിനുശേഷമാണ് കോളേജിൽ കിട്ടി ഞാൻ അങ്ങ് പോകുന്നത്. അച്ഛനാണ് ആദ്യം എന്നെ പാട്ട് പഠിപ്പിച്ചിരുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്ത് വന്നപ്പോൾ മാവേലിക്കര പ്രഭാകരമ്മ സാറാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത്. പിന്നെ അക്കാഡമിയിൽ GN ബാലസുബ്രഹ്മണ്യ സാറ്, ചെമ്മൻകുടി സാറ്, പിന്നെ G സീതാറാമയ്യർ, ഹരിഹര പാവൂർ സാറ്, പാറശാല പൊന്നമ്മൾ ടീച്ചർ ഒക്കെ, അതെ, ഇവരുടെയൊക്കെ കീഴിലാണ് അന്നത്തെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഇവരൊക്കെയായിരുന്നു. അപ്പം അന്നത്തെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ബെല്ലടിക്കും, പോയി 1 മണിക്കൂർ പഠിക്കും, 5 മിനിറ്റിന് മുമ്പ് ബെല്ലടിക്കും, വീണ്ടും വിടും. അല്ല, ഇപ്പം ചെമ്മൻകുടി സാറൊക്കെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് അദ്ദേഹം വിടുന്നതെന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല. ചിലപ്പോൾ 2 മണി, ചിലപ്പോൾ 3 മണി ഒക്കെ ആകും. അതൊരു കീർത്തനം മാത്രമല്ല, ചില ദിവസം സാറ് പാടുകയായിരിക്കും, ഞങ്ങളെ കൊണ്ട് പാടിക്കത്തേയില്ല. അത് കേട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കും. ചില ദിവസം ഒരു കീർത്തനമോ അല്ലെങ്കിൽ നിരവലോ അല്ലെങ്കിൽ രാഗമോ പാടിക്കുകയായിരിക്കും. അത്
വർണ്ണമൊക്കെ പഠിപ്പിക്കുന്നത് ഒരു ലൈന് ഒരു 100 തവണ അങ്ങ് പഠിപ്പിക്കും, 100 തവണ പാടിക്കും. അപ്പോഴത്തേക്ക് പിന്നെ പുസ്തകം നോക്കേണ്ട കാര്യമില്ല. സംഗീതത്തിൻ്റെ ത്രിമൂർത്തികളെന്ന് പറയുന്നത് ത്യാഗരാജസ്വാമികള്, മുത്തുകൃഷ്ണ മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ അല്ലേ? ഇവരുടെ 3 പേരുടെയാണ് കൃതികൾ കൂടുതലും നമ്മൾ വായിക്കും. പക്ഷെ ടീച്ചർ സ്വാതിരുന്നാൾ കൃതികളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതെന്താണ്? അത് സ്വാതിരുന്നാൾ കൃതികൾ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. അത്ര നല്ല സാഹിത്യം, അത്ര നല്ല കൃതി. പിന്നെ എനിക്ക് പൊതുവെ എന്തോ സ്വാതിരുന്നാൾ കൃതികളോട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ മിക്കവാറും സ്വാതിരുന്നാൾ കൃതികൾ മാത്രം വെച്ചുള്ള കച്ചേരികൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കും. അത് ഒരു കാര്യം പറയാം, എത്രയോ കമ്പോസേഴ്സ് വാഗ്ഗേയകാരന്മാരുണ്ട്. ഈ വാക്കും ഗേയവും കൂടിയുള്ളവരാണ് വാഗ്ഗേയകാരന്മാർ. പക്ഷേ സ്വാതിരുന്നാളിൻ്റെ കൃതികൾ മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു കച്ചേരി നടത്താം. ഒരു കച്ചേരിയിൽ വൈവിധ്യമുള്ള കൃതികളായിരിക്കും നമ്മൾ പിന്നെ എടുക്കേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ത്യാഗരാജസ്വാമികളുടെ ആണെങ്കിൽ കീർത്തനം മാത്രമല്ലേ ഉള്ളൂ, മുത്തുസ്വാമി ദീക്ഷിതരുടെ അതെ, ശ്യാമശാസ്ത്രിയുടെ ഇതാണ് എല്ലാം. പക്ഷേ ഇത് വർണ്ണമുണ്ട്, കീർത്തനമുണ്ട്, പിന്നെ ഇത് ഭജൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ ഇല്ലാത്തത് തില്ലാനകളുണ്ട്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കോമ്പോസിഷൻസ് സ്വാതിരുന്നാളിൻ്റെ കൃതികളായിട്ടുണ്ട്. ടീച്ചറിന് ഇതിലെ സ്വാതിരുന്നാൾ കൃതികൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ടീച്ചറിന്റെ മനസ്സിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൃതി ഏതാണ്? ഗോപാലക പാഹി മാം അനിശം രമയീ ഗോപാലക പാഹി മാം അനിശം പദരമയീ ഗോപാലക പാഹി മാം അനിശം തവ പദരമയീ ഗോപാലക പാഹി മാം അനിശം അനിശം അനിശം. ഏറ്റവും പ്രശസ്തമായ മറ്റൊരു കൃതിയാണ് കോസലേന്ദ്ര എന്നുള്ളത്. അത് ഞാൻ കേട്ടിട്ടുള്ളത് ശെമ്പാങ്കുടി സാറ് ടീച്ചറിന്റെ അച്ഛനെ വിളിച്ച് വരുത്തി അതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് വാങ്ങിച്ചു എന്ന് ഞാൻ ഇങ്ങനെ ശരിയാണ്. അതായത് മഹാറാണി പിന്നെ സ്വാതിരുന്നാളിൻ്റെ കൃതികൾ ശേഖരിക്കണം, അതിൻ്റെ ഒറിജിനൽ സ്വഭാവത്തിൽ തന്നെ ശേഖരിക്കണമെന്ന് ഈ ചെമ്മൻകുടി സാറിനോടും മുത്തയ്യ സ്വാമിയോടും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അവരിങ്ങനെ ഈ പഴയ ഗായകന്മാരിൽ നിന്നൊക്കെ പാട്ടുകൾ ശേഖരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ അമ്മ അക്കാഡമിയിൽ ചെന്ന് ചേർന്നപ്പോൾ ആദ്യമായിട്ട് പാടാൻ പറഞ്ഞപ്പോൾ അമ്മ കോസലേന്ദ്രയാണ് പാടിയത്. അന്ന് അതിൻ്റെ നൊട്ടേഷൻ കിട്ടിയിട്ടില്ല സ്വാമിക്ക്. അപ്പോഴേ അമ്മയെടുത്ത് ചോദിച്ചു, ഇത് ആര് നൊട്ടേറ്റ് ചെയ്തതാണ്, ആരാണ് പഠിപ്പിച്ചത്? അപ്പോൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം ഗോപാലൻ നായരോട് വീട്ടിലേക്ക് വരാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചെന്നപ്പോൾ ഈ നൊട്ടേഷൻ ഇതിൻ്റെ സ്വരപ്പെടുത്തിയത് അത് പിന്നെ വേണമെന്ന് പറഞ്ഞു അദ്ദേഹം. അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സ്വരപ്പെടുത്തി കൊടുത്തു. വീട്ടിൽ വന്ന് അത് സ്വരപ്പെടുത്തി കൊടുത്തു. അതേ നൊട്ടേഷനാണ് ഇന്ന്. അതേ നൊട്ടേഷൻ മകളൊന്ന് വായിച്ചാൽ കോസലേന്ദ്ര മാമവാമിക കോസലേന്ദ്ര മാമവാമിക കോസലേന്ദ്ര മാമവാമിക ഗുണനിവാസ ഭഗവൻ. ഇങ്ങനെയാണ് ആ കീർത്തനം തുടങ്ങുന്നത്. സുഖം കേട്ടോണ്ട് മധ്യമാവധിയിലുള്ള ഒരു മധ്യമാവധി രാഗം പൊതുവെ കേൾക്കാൻ സുഖമുള്ള രാഗമാണ്. ഞാൻ കൂടുതലും പാടാറുള്ളത് അംബ മാമവ സദാ ജനനീ മഹ
മഹിഷാസുര സൂദനീയംബമാം മവസരാജനനി മഹിഷാസുര സൂദനീയംബമാം മവസരാജനനി. ധാരാളം കച്ചേരികളിൽ ഇത്തരം കീർത്തനങ്ങളും കൃതികളൊക്കെ പാടാറുണ്ട്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവിസ്മരണീയമായ അനുഭവം ഉണ്ട്. ഒരിക്കൽ ഞാൻ മദ്രാസ് മ്യൂസിക് അക്കാഡമി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാടിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു കച്ചേരി തീരാറായപ്പം ബാംഗ്ലൂരുള്ള ഒരു വലിയ സംഗീത രസികനാണ് നാഗരാജൻ എന്ന് പറഞ്ഞു. അദ്ദേഹം എണ്ണീറ്റ് നിന്ന് പറഞ്ഞു, ആ ഓമനത്തിങ്കൾക്കിടാവോ എന്ന് പാടണം. അപ്പോൾ തമിഴ്നാട്ടിലാണ് പാടുന്നത്. അവിടെ വരെ ഈ ഓമനത്തിങ്കൾക്കിടാവോ എന്ന ലല്ലബി എന്ന് പറഞ്ഞാൽ താരാട്ട് പാട്ട്, അവിടെ വരെ അതിൻ്റെ കീർത്തി ചെന്നെത്തിയിരിക്കുന്നു. അങ്ങനെ ഞാൻ പാടുകയുണ്ടായി. അതൊരു അവിസ്മരണീയമായ ഇതാണ്. പിന്നെ ഒരിക്കൽ ഞാൻ NSS കോളേജിൽ ഡെപ്യൂട്ടേഷന് പോയപ്പോൾ കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവരെ ഈ മനോരോഗ ഇവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അവിടെ ഇത് കുറച്ചൊക്കെ ഈ അസുഖം ഭേദമായ ആളുകൾക്ക് വേണ്ടി കുറേ പാട്ടുകൾ പാടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് കുറേ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ കുറേ പാട്ടുകൾ പഠിപ്പിച്ച് ഞാൻ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. അപ്പോൾ ഇവർ ശാന്തമായിട്ടിരിക്കുക, ഒരു പ്രതികരണവും ഇല്ല. ഒരു 100-300 പേരുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ കുട്ടികൾ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കൂ വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല എന്നുള്ള ജ്ഞാനപ്പാനയിലെ പൂന്താനത്തിൻ്റെ വരികളാണ് പാടിയത്. അത് പാടിയ ഉടനെ ഒരാൾ ഇങ്ങ് ചാടി എണ്ണീറ്റ്. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയുകയാണ്, ഇത് ആരെഴുതിയതാണെന്നറിയാമോ? ഇത് പൂന്താനം എഴുതിയതാണ്. എൻ്റെ ബാല്യകാലത്ത് ഞാനിത് പാടിയിരുന്നു. അപ്പോൾ അത് പാടിയപ്പം മനോരോഗിയാണെങ്കിൽ പോലും ആ ബാല്യകാലം ആ ആളിന് ഓർമ്മ വന്നു. പിന്നെ എനിക്ക് മൈക്ക് തരണം, ഞാനത് പാടാം എന്ന് പറഞ്ഞ് പാടി. അപ്പം മ്യൂസിക്കിനുള്ളൊരു ശക്തി, ആ ഒരു പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ശക്തിയെപ്പറ്റി പറഞ്ഞു. എപ്പോഴും ഉണ്ട് നമ്മൾ ഏത് ഗാനത്തിനും ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാംഗ്ലൂരുകാരൻ ചോദിച്ച പോലെ നമ്മളെ ഏതോ പ്രേക്ഷകൻ ചോദിക്കുന്നു ഓമനത്തിങ്കൾ. ശരി.